ഹായ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ഗ്ലൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആണെന്ന് മൈദ വേണം, മൈദ മാവ്, പിന്നെ എന്ന് പറഞ്ഞാൽ സാൾട്ട്, ഉപ്പ് വേണം കേട്ടോ, പിന്നെ വെള്ളം, വിനാഗിരി. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പശ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് അപ്പോൾ ഞാൻ മൈദ മാവ് കുറച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അതൊന്ന് നല്ല രീതിക്ക് ചെയ്തെടുക്കണം, കലക്കിയെടുക്കുക. ഒരു കയ്യിൽ നമ്മുടെ വീഡിയോ പിടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് രണ്ട് കൈയും ചേർത്ത് വെച്ച് പിടിച്ച് എനിക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു വളരെ വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇടത് കയ്യിൽ ക്യാമറ പിടിച്ച് വെച്ചേക്കുകയാണ്, അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം നല്ലതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കാവൂ. കൂടിപ്പോയാൽ പശ ഒട്ടില്ല. അത് കണക്കാക്കിയാണ് നമ്മൾ വെള്ളം ഒഴിക്കുക. അപ്പം വെള്ളം ഇനിയും ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം നല്ലതുപോലെ അപ്പോൾ ഒരു അല്പം വെള്ളവും കൂടെ ഞാൻ അതിനോട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിന് പകരം നമുക്ക് പഞ്ചസാരയും നമുക്കിതിലോട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. പഞ്ചസാരയും നമുക്കിതിനോട്ട് കൊടുത്ത് ചെയ്യാം. നല്ലതുപോലെ കലക്കിയെടുക്കുക. കൂടുതൽ വെള്ളം ആയിപ്പോയാലും നമുക്കത് ചെയ്തെടുക്കാൻ പറ്റില്ല. നല്ല രീതിക്കുള്ള പശ നമുക്ക് ഒട്ടാൻ പറ്റാതെ വരും. അപ്പോൾ അതനുസരിച്ച് എടുക്കുക. ഒരുവിധം നല്ല രീതിക്ക് കറക്കി നല്ല രീതിക്ക് എടുക്കുക. അപ്പോൾ ഞാൻ ഒരുവിധം ഏകദേശം നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. ഇനിയെന്ന് പറയുന്നത് ഒരു 2-3 തുള്ളി വിനാഗിരിയും കൂടി ഇതിനകത്ത് ഒഴിക്കണം. വിനാഗിരിയും കൂടെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വിനാഗിരി ഞാൻ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് അത് അല്പം ഒരു ലേശം മാത്രം ഞാൻ അതിനകത്ത് ഒഴിക്കുന്നുണ്ട്. കൂടുതലാവാൻ പാടില്ല, ഒരല്പം മാത്രം ഒഴിച്ചിട്ട് നല്ലതുപോലെ വീണ്ടും നല്ലതുപോലെ കലക്കി കൊടുക്കുക. നല്ലതുപോലെ കലക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അത് റെഡിയായി കിട്ടുന്നതാണ്. വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്, നല്ല പശ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് നമ്മൾ ചെയ്തത് അത് വിജയിച്ചോ അല്ലേ എന്ന് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇതിന് പേപ്പർ കട്ട് ചെയ്തെടുത്തോ, പടം കട്ട് ചെയ്തെടുത്തോ, എന്തെങ്കിലും കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഒട്ടിച്ചൊന്ന് നോക്കുന്നത് ശരിയായോ ഇല്ലയെന്ന് നോക്കണ്ടേ. അപ്പം എനിക്ക് പശ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ബുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ബുക്ക് എടുത്തിട്ട് ഞാനൊരു പേപ്പറിലിരുന്ന പിക്ചറിനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു വശത്ത് നമ്മുടെ കയ്യിൽ ക്യാമറ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ പേപ്പറിനെ പിടിച്ച് വെച്ചിരുന്ന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഇതിനെ മാറ്റിയിട്ട് എൻ്റെ കൈവിരൽ കൊണ്ട് തന്നെയാണ് പശ എടുത്ത് ഒട്ടിക്കാൻ വേണ്ടി പോയത്. പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കൈകൊണ്ട് തന്നെ നല്ലവണ്ണം എടുത്ത് വെച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എല്ലാ ഭാഗത്തും നല്ലതുപോലെ നമ്മൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ അതെടുത്ത് നമ്മുടെ ബുക്കിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒട്ടുന്നോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിക്ക് ഒട്ടി വരുന്നുണ്ട്. നമ്മളെ പശ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്ത കാര്യം വിജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാ ഇരിപ്പുണ്ട് നമ്മുടെ ബുക്കിൽ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അത് പോയിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോയും നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്നോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഫോട്ടോയും പിന്നെ 2-3 പിക്ചറൊക്കെ എടുത്ത് കേട്ടോ. ഇത്തിരി പാടുള്ള പിക്ചറൊക്കെ ആയിരുന്നു, ഒട്ടാൻ പ്രയാസമുള്ള പിക്ചറൊക്കെ ആയിരുന്നു. അപ്പോൾ ഫോട്ടോയിലും ഞാൻ എന്ത് ചെയ്തു, നല്ലതുപോലെ പശ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ആ ഫോട്ടോയും ഞാൻ ഒട്ടിച്ച് നോക്കി കേട്ടോ. ഒട്ടിച്ച് നോക്കിയപ്പോഴും നല്ലതുപോലെ ഒട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഗ്ലൂ ഉണ്ടാക്കി ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് മടങ്ങിയിരുന്നൊരു പിക്ചറാണ് കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് നിവർന്ന് വരില്ലായിരുന്നു. മടങ്ങിയിരുന്ന പിക്ചറിനെ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒട്ടിച്ചപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ കൈവശം ഇങ്ങനെ ചാടി വരുന്നത് പോലെ തോന്നി. ഞാൻ നിവർന്നിരുന്നെങ്കിൽ നമുക്കതുപോലെ വരുമായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ എന്ത് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അതിനെ ഞാൻ ഒട്ടിച്ചു കേട്ടോ. ഒട്ടിച്ചപ്പോഴും നല്ല രീതിക്ക് ഒട്ടുകയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഇത് ശരിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളിതുപോലെ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇത് മടങ്ങിയിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ചാടി വരികയായിരുന്നു കേട്ടോ. അത് നിവർത്തിയിരിക്കാത്തത് കൊണ്ടാണ്. അപ്പം നമ്മുടെ ഗ്ലൂ ഇവിടെ ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു.
സപ്പോർട്ട് ചെയ്ത ഓരോരുത്തർക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കണേ കൂട്ടുകാരെ. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.